നമസ്കാരം. ഏതാണ്ട് 20 വർഷം മുന്നേ ഒരു ദിവസം ഒരു സ്വകാര്യ ചാനലിൽ കമലഹാസൻ്റെ ലൈവ് അഭിമുഖം ഉണ്ടായിരുന്നു. അത് എനിക്ക് കാണാൻ സാധിച്ചു. അഭിമുഖത്തിൽ ലേഖകർ ചോദിച്ചു, കമലിനോട് ചോദിച്ചു, താങ്കളും താങ്കളുടെ സഹധർമ്മിണിയും തമ്മിൽ എന്തോ ഒരു കുടുംബ വഴക്ക് നടക്കുന്നതായിട്ട് ഇങ്ങനെ പൊതുവെ വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് ചോദിച്ചു. കമലഹാസൻ പറഞ്ഞു, സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കഥകൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുമായി അല്ലെങ്കിൽ നായികമാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്ന കഥകളൊക്കെ 99% സാങ്കല്പികമാണ്. അതിനൊന്നും പ്രാധാന്യം നൽകേണ്ടതില്ല, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് കമലഹാസൻ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഈ അഭിമുഖം, ലൈവ് അഭിമുഖം കണ്ട ഒരു 10 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സരിക സ്വകാര്യ ചാനലിൽ അഭിമുഖമായിട്ട് വന്നിട്ട് അവർ പറഞ്ഞു, ജനങ്ങൾ അറിഞ്ഞ സത്യമാണ്, അദ്ദേഹം ഞാനുമായിട്ട് വഴക്കായിരുന്നു. ഞാൻ 2ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അദ്ദേഹം ആൾ ശരിയല്ല, അദ്ദേഹം പൂലോ കോഴിയാണ്, അദ്ദേഹം കുടവെക്കുന്നിടത്ത് വടിവെക്കുകയല്ല എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാ, ഓൺ ദ സ്ക്രീനിൽ 1ാം നിരയിൽ നിൽക്കുന്ന പ്രഗത്ഭരായ താരങ്ങളൊക്കെ തന്നെ അവരുടെ സ്വകാര്യ ജീവിതവും അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് 100% പുറത്ത് അറിയിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, അവർ താല്പര്യപ്പെടുന്നുമില്ല. അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മൂവി വർക്ക് കഴിഞ്ഞും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വിശ്രമം വേണമെങ്കിൽ ഇന്ത്യയിൽ പോലും ഒരു താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നല്ലെങ്കിൽ മകളുടെ വീട്, അല്ലെങ്കിൽ മകൻ്റെ വീട്, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ വീട്, ഇതൊന്നും അല്ലെങ്കിൽ അവർ വിദേശത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്ന വീട്ടിൽ പോയി താമസിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഞാനിപ്പം ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇച്ചാക്കായ്ക്ക് അസുഖവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തിറങ്ങിയിരുന്നു. തൊട്ടുപുറകെ തന്നെ ആ വാർത്തകളൊക്കെ നുണപ്രചരണമായിരുന്നു എന്നും പറഞ്ഞും ന്യൂസുകൾ ഇറങ്ങിയിരുന്നു. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ പ്രിയങ്കനായ ലാലേട്ടൻ ശബരിമല ദർശനം നടത്തുന്നതും പിന്നെ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പം നമുക്ക് അതിൽ നിന്നും ഉറപ്പിക്കാം, ഇച്ചാക്കായ്ക്ക് എന്തോ അസുഖമുണ്ടെന്നും ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം തൽക്കാലം മാറി നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറയാൻ വരുന്നത്, സെലിബ്രിറ്റികളാണെങ്കിലും ശരി, മറ്റേത് തരത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, ഇതൊന്നുമല്ല. ഫുട്പാത്തിൽ കിടന്നുറങ്ങുന്ന ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും മജയും മാംസവും വികാരങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ആണല്ലോ. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇവർക്കും ഉണ്ടാവും, അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് അത്ഭുതപ്പെടാനില്ല. ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാധാരണക്കാരേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ ഇവരുടെയൊക്കെ ജീവിതത്തിലുടനീളം ഉണ്ടാകും എന്ന് തന്നെയാണ്. പിന്നെ അത് അത്തരം കാര്യങ്ങൾ ഇവർ പുറത്ത് വിടാതിരിക്കാൻ ഇവർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നതും സത്യമാണ്. പക്ഷേ എന്നിരിക്കെ ഇന്നത്തെ കാലഘട്ടത്തെ തെളിവുകളോ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ അനായാസം കഴിയുന്നൊരു കാലഘട്ടമാണ്. ഇക്കാലഘട്ടത്തെ വിവരങ്ങളൊക്കെ അനായാസം ലീക്കാവുകയും ചെയ്യും, ഒരു സംശയമില്ല. എത്രത്തോളം അവർ ആരാണെങ്കിലും, ഈ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിൽ പോലും കേൾക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും എത്രത്തോളം അത് കവർ ചെയ്ത് ക്ലോസ് ചെയ്ത് വെളിയിൽ എത്തിക്കാതിരിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ പോലും, ഞാൻ പരിശ്രമിച്ചാൽ പോലും ഒരു സുപ്രഭാതത്തിൽ അത് വെളി വരിക തന്നെയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 മാസം ഒരു ഗർഭിണി പെണ്ണിൻ്റെ വയറ് നമുക്ക് മൂടിക്കെട്ടി നൈറ്റി ഇട്ട് നടക്കാം, അവർ ഗർഭിണി അല്ല എന്ന് കാണിക്കാം, പ്രഗ്നൻ്റ് അല്ലെന്ന് കാണിക്കാനായിട്ട്. 6 മാസത്തെ ചിലപ്പം അവരുടെ ശരീരപ്രകൃതം കൊണ്ട് സാധിച്ചെന്നിരിക്കും. എന്നാൽ 9 മാസത്തെ ഒരു സമ്പൂർണ്ണ ഗർഭിണിയെ ഒരിക്കലും മൂടിക്കെട്ടി നടക്കാനും അല്ലെങ്കിൽ മറിച്ച് നടക്കാനും ഒരിക്കലും സാധിക്കില്ല. അത് പുറം ലോകം അറിയുക തന്നെ ചെയ്യും, അല്ലേ? എന്നതും കൂടി ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നവർ ശ്രദ്ധിച്ചാൽ കൊള്ളാം. മറ്റൊന്ന്, പിന്നെ ലാലേട്ടൻ്റെ ഇന്നലത്തെ പൊന്നമ്പല വാസൻ്റെ ദർശനം, ശബരിമല ദർശനം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. അദ്ദേഹം സ്വന്തം സഹപ്രവർത്തകൻ അല്ലെ ഇച്ചാക്കായ്ക്ക് വേണ്ടി പ്രത്യേകം ദർശനം നടന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഈ സമയത്തൊന്നും പോകാൻ സാധ്യതയില്ല ഉള്ള ഒരാളല്ല, അത്രയ്ക്കും ബിസി വർക്കും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ആളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സെലിബ്രിറ്റികൾക്ക് ഒരു 2 ദിവസം ഗ്യാപ്പ് അല്ലെങ്കിൽ 1 ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ പോലും അവർ ഇന്ത്യയിൽ കഴിവതും ചിലവഴിക്കാൻ ആഗ്രഹിക്കാറില്ല. അവർ അഥവാ ചിലവഴിച്ചാൽ തന്നെങ്കിൽ വീട്ടിലുണ്ടെന്ന് പോലും അറിയാൻ, ആ പരിസരത്തുള്ളവർക്ക് പോലും അറിയാൻ സാധിക്കുകയില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരിക്കും. ഇവരുടെയൊക്കെ വീടുകളിലെ കോമ്പൗണ്ട് തന്നെ നമ്മൾ പോയി നോക്കിയാൽ അറിയാം. ഏകദേശം നമ്മുടെ സബ് ജയിലിൻ്റെയൊക്കെ ചുറ്റുമതിലുണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ കോമ്പൗണ്ടാണ് ഇവരുടെയൊക്കെ വീടുകളുടെ. ഇങ്ങനെ ഒരു വ്യക്തികൾ ഇവർ രാത്രിയായിരിക്കും വരുന്നത്.
വീട്ടിലേക്ക് വരുന്നത് രാത്രിയായിരിക്കും. ആ 1-2 ദിവസത്തെ വിശ്രമം ചെലവഴിക്കുന്നത് പോലും ആ സ്ട്രീറ്റ് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിലുള്ളവർക്ക് പോലും അറിയാൻ സാധിക്കുകയില്ല. അത്തരം കാലഘട്ടങ്ങളിൽ ലാലേട്ടൻ പ്രത്യേകം ഇച്ചാക്കായ്ക്ക് വേണ്ടി പ്രത്യേകമായ ദർശനം നടത്തി എന്നറിഞ്ഞപ്പോൾ അങ്ങേയറ്റം എനിക്ക് അഭിമാനം തോന്നി. എനിക്കെന്നല്ല, നമ്മളൊക്കെ മലയാളികൾ ഏവർക്കും അത് അഭിമാനമുള്ള ഒരു മുഹൂർത്തം തന്നെയാണ്. ലാലേട്ടനൊപ്പം തന്നെ കരയിലുള്ള ഏവരും ഇച്ചാക്കായുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നതായി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എൻ്റെ ചാനലിലെ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇച്ചാക്ക സമ്പൂർണ്ണ ആരോഗ്യവാനായി എത്രയും വേഗം ഇൻഡസ്ട്രിയിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ ഈ വീഡിയോ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.